ഒട്ടുമിക്ക എല്ലാ ഷുഗറിൻ്റെയും ലക്ഷണങ്ങൾ ഒന്ന് തന്നെയാണ്. ഒന്ന് പോളിഡിപ്സിയ, പോളിയൂറിയ, പോളിഫേജിയ. അതായത് മൂത്രം ധാരാളമായിട്ട് പോകുന്നു, നല്ല ദാഹം വരുന്നു, നല്ല വിശപ്പ് വരുന്നു. ഇത് മൂന്ന് തന്നെയാണ് ഷുഗറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും വലിയ സിംറ്റംസ്. പിന്നെ ഇതുകൂടാതെ തന്നെ ആളുകൾക്ക് ഈ പറഞ്ഞൊരു മെലിച്ചിൽ, മെലിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും ചെറുപ്രായത്തിലുള്ള ഡയബറ്റീസൊക്കെ അധികവും നമ്മൾ ഷുഗർ എന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കുകയല്ല. അവർക്ക് പലപ്പോഴും മാറാത്ത ഇൻഫെക്ഷനുകൾ വരുന്നു. ടൈപ്പ് 1 ഡയബറ്റീസ് പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തിപ്പെടുക ICUവിൽ ഷുഗർ വളരെ കൂടുന്ന അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ട് നമ്മൾ ICUവിൽ അഡ്മിറ്റ് ആകേണ്ട അവസ്ഥയിലെത്തി നോക്കുമ്പോൾ ഷുഗർ 500ഉം 600ഉം കാണുന്ന അവസ്ഥയിലാണ്. കാരണം ചെറുപ്രായക്കാരിൽ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അവർക്ക് അനുഭവപ്പെടണമെന്നില്ല. പലപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ്, എന്തെങ്കിലും കാരണമോ ക്ഷീണമോ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് അവർ ഷുഗർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ടൈപ്പ് 2 ഷുഗർ അധികവും നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ അടുത്ത് ഒരു ഇൻഫെക്ഷനോ മുറിവുകളോ പഴുപ്പുകളോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ, മാറാത്ത പഴുപ്പുകൾ വരുമ്പോഴാണ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവരിൽ നോക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് ഷുഗർ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഗർഭിണിയാകുന്ന അവസ്ഥയിലുള്ള ഷുഗർ എന്ന് പറയുന്നത് ഏത് ഗർഭിണിക്കും മാസാമാസവും നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കും. കാരണം ഗർഭിണിക്ക് ഷുഗറും പ്രഷറും വരാനുള്ള സാധ്യതയുണ്ടെന്നതും ആ പ്രഷറും ഷുഗർ വന്നു കഴിഞ്ഞാൽ അവരെ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരിൽ കൂടെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യും.